നാഥന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. നാഥന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം ഉൽപ്പത്തി പുസ്തകം 14:14-15 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ദമ്മശേക്കിൻ്റെ ഇടത്ത് ഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അബ്രഹാമിൻ്റെ അടുക്കൽ നിന്ന് പോയ ലോത്ത് ശത്രുരാജ്യങ്ങളുടെ ആക്രമണത്താൽ 4-5 രാജ്യങ്ങളുടെ ആക്രമണത്താൽ പിടിക്കപ്പെട്ട് ബന്ദികളായി പോകുമ്പോൾ അബ്രഹാം ഇതറിഞ്ഞിട്ട് വീട്ടിൽ വളർത്തുന്ന വീട്ടിലുള്ള 312 അഭ്യാസികളുമായിട്ട് ചെല്ലുന്ന ഒരു ഭാഗമാണിത്. എന്തൊരു അസാധാരണമായൊരു കാര്യമാണ്. രാജാക്കന്മാരെ തോൽപ്പിക്കാൻ 318 പേരുമായൊരു ചെറിയ സംഖ്യമായി പോകുന്ന ഒരബ്രഹാം. എന്ത് ധൈര്യമാണത്! 4-5 രാജ്യങ്ങൾ, എന്ത് സൈന്യമുണ്ട്! പക്ഷെ അതിൻ്റെ നടുവിലേക്ക് 318 പേരുമായിട്ട് പോകണമെങ്കിൽ അവൻ്റെ ധൈര്യം എത്ര ഭയങ്കരമാണ്! അവനറിയാം, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും. യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല, നിർഭയമായിരിക്കുമെന്ന് ദാവീദ് പറഞ്ഞ വചനമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. 318 പേരുമായിട്ട് ചെന്നു. അതിനേക്കാൾ അതിശയം, ചെന്ന് ഇവരെ തോൽപ്പിച്ചു, ലോത്തിനെ വിടുവിച്ചു, സമ്പത്ത് തിരിച്ചു പിടിച്ചു. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ജയാളിയ. നിന്റെ ശത്രുക്കളെ വലിപ്പമോ അവരുടെ അംഗബലമോ ഒന്നും നീ നോക്കണ്ട. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കനാൻ ദേശത്ത് പാർക്കുന്ന മല്ലന്മാരെ കണ്ട് പേടിക്കൊന്നും വേണ്ട. യുദ്ധം ചെയ്യുന്നത് നീയല്ലല്ലോ, ഞാനല്ലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പറയുന്നു, മുമ്പിലുള്ള പ്രതിസന്ധികളെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രതിസന്ധി മാറ്റുന്നത് ദൈവമല്ലേ, ജയം തരുന്നത് ദൈവമല്ലേ, മുൻപേ പോകുന്ന ദൈവമല്ലേ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമല്ലേ, വഴിയൊരുക്കുന്നത് ദൈവമല്ലേ, വാതിലുകൾ തുറക്കുന്ന ദൈവമല്ലേ. സ്തോത്രം. നിങ്ങൾ അവന്റെ പുറകെയല്ലേ, മുമ്പേ പോകുന്ന ഇടയനല്ലേ. ഹല്ലേലൂയ. നാം അവന്റെ കൂടെ പോകുന്ന ആടുകളല്ലേ. ആമേൻ. സ്തോത്രം. തകർക്കുന്നവൻ നമുക്ക് മുമ്പായി പുറപ്പെടുന്നു. യെസ് ലോർഡ്, നമുക്ക് മുമ്പേ അവനുണ്ട്. ഈ 318 പേരുമായിട്ട് അവൻ സകലതും തിരിച്ചു പിടിച്ചു. നിനക്ക് അംഗബലം കുറവായിരിക്കാം, കഴിവ് കുറവായിരിക്കാം, പക്ഷെ നിന്റെ കൂടെ ദൈവമുള്ളതുകൊണ്ട് ജയം നിന്റെ കൂടെയാണ്. പല അസാധാരണമായ കാര്യങ്ങൾ നിന്റെ ലൈഫിൽ നടക്കുവാൻ പോകുന്നു എന്ന് ഇത് കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. കൂടെയുള്ള ജനത്തിൻ്റെയോ കഴിവിൻ്റെയോ ഒന്നും ബലത്തിലല്ല, ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് നീ ചെല്ലുന്നിടമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിനക്ക് വിരോധമായി ഈ ദിനങ്ങളിൽ കൂട്ടം കൂടിയിരിക്കുന്ന കൂട്ടുകെട്ടുകളുണ്ട്, അത് പൊളിക്കും ദൈവം. ആമേൻ. നിനക്കൊരു ജയം തരും. നിന്റെ അടുക്കൽ ജനം അത്ഭുതത്തോടെ വരുന്ന ദിനങ്ങളാണെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നു. ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ജയം നൽകുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് മുമ്പാകെ നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
അങ്ങയുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് മുമ്പാകെ പോകുന്നതിന് നന്ദി പറയും. അങ്ങയുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് മുൻപടയും പിൻപടയുമായും ഉള്ളതിന് നന്ദി പറയും. ഒരു സൈന്യം ഞങ്ങളുടെ നേരെ പാളയം പറഞ്ഞാൽ ഞങ്ങൾ നിർഭയത്തോടെ വസിക്കുവാൻ തക്കവണ്ണം കർത്താവ് ദൂതന്മാരെ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് നിർത്തിയിരിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലും ഈ കുടുംബത്തിലും അസാധാരണമായ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഇന്ന് പകൽ സംഭവിക്കുന്നതിന് നന്ദി പറയും. കർത്താവിനെ ജയത്തിലേക്ക് നയിക്കുന്നതിന് നന്ദി പറയും. എല്ലാ പരാജയ ഭീതികൾ മാറുന്നതിന് സ്തോത്രം കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതം ഒരു ജയകരമായ ജീവിതമായി മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഈ കുടുംബത്തെ ഒരു ജയത്തിലേക്ക് നടത്തുന്നു. യുദ്ധങ്ങൾ തീരട്ടെ, ജയത്തിലോട്ട് കയറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രം. തേനീച്ച പോലെ വളയുന്നതിനെ മുൾത്തി പോലെ കെടുത്തി കളയുന്ന ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനൊരു ജയത്തെ കൽപ്പിക്കുന്നു. അവർ പുറത്തു വരട്ടെ, ആ കേസിൽ നിന്ന് പുറത്തു വരട്ടെ, ആ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ പുറത്തു കൊണ്ടുവരുന്നു. ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവും ആയി അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. ഈ വചനങ്ങൾ 1-2 വട്ടം കേട്ട് ബലപ്പെടുക. ഇന്നത്തെ ദിവസം ഒരു ജയത്തിൻ്റെ ദിവസമായിരിക്കും. ഒരു ജയം ആരംഭിച്ചിരിക്കുന്നു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.